എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് നാലാം ഭാവമായുന്ന ഭാവത്തെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ഇത് സമയപരിധി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത എപ്പിസോഡിലായിരിക്കും പറയുന്നത്. അപ്പം മുഴുവൻ പറയാൻ സമയപരിധി ഉള്ളതുകൊണ്ട് നാലാം ഭാവം കേന്ദ്രഭാവമാണ്, മാതൃസ്ഥാനമാണ്. 1, 4, 7 ബദ്ധ ഭാവങ്ങൾ ലൗകിക കാര്യങ്ങൾ, അതായത് ഭൗതികപരമായ കാര്യങ്ങളാണ്. 1, 5, 9 സ്ഥായിയായ സുഖം, ആത്മീയ കാര്യമാണ്. അപ്പോൾ 4-ൽ രവി നിന്നാൽ ബന്ധുക്കളും ഭൂസ്വത്തുക്കളും കുറവുള്ളവൻ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ, അഭിപ്രായ വ്യത്യാസം, മനസുഖമില്ലാത്തവർ, വീട് വിട്ട് താമസിക്കും. 4-ാമിടത്ത് സൂര്യൻ അന്തിമകാലത്ത് ജാതകന് ഗുണം ചെയ്യും. 4-ൽ ചന്ദ്രൻ നിന്നാൽ മനസ്സിന് ബലമില്ലായ്മ, മാതാവിന് ദോഷം, കുടുംബകാര്യങ്ങളിൽ വ്യത്യസ്തത, ഉയർച്ചയും താഴ്ചയും, സുഖവും സമ്പത്തും അനുഭവത്തിൽ വരുന്നവർ, നല്ല ഗ്രഹം, ബന്ധുബലം, കീർത്തി, ഔദാര്യം, ഇതൊക്കെയാണ് ഫലം. 4-ൽ ചൊവ്വ നിന്നാൽ മനസുഖക്കുറവാണ്. വീട്, ബന്ധുക്കൾ, ഭൂസ്വത്ത്, മാതൃസുഖം ഇവ ഇല്ലാത്തവരായിരിക്കും. വാഹനങ്ങൾ മൂലം അപകടം, വിദ്യാഭ്യാസക്കുറവ്, കുടുംബാംഗങ്ങളുമായി ശത്രുത മനോഭാവം, ഇതൊക്കെയായിരിക്കും ചൊവ്വ നിന്നാൽ. 4-ൽ ബുധൻ നിന്നാൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത, കീർത്തിമാനായിരിക്കും. ഉന്നത വിദ്യാഭ്യാസമുള്ള പൂർവികരുണ്ടായിരിക്കും. സർവസമ്മതനായിരിക്കും. മാതൃസ്നേഹിയും മാതൃഭക്തനും ശാന്തനുമായ പ്രകൃതം, എല്ലാ സുഖ സൗകര്യങ്ങളും ഇവർക്ക് ഉണ്ടാവും. അടുത്തത് 4-ൽ ഗുരുവാണ്. ബഹുമാനാർജിതരായ പൂർവികരുള്ള കുടുംബമാവും. നല്ല കുടുംബം, ഈശ്വരവിശ്വാസി, വിദ്യാഭ്യാസ രംഗത്ത് കീർത്തി, സമ്പത്ത്, സൗഭാഗ്യം, കീർത്തി, ഗ്രഹസൗഖ്യം, സൽക്കളത്രം, സദാചാരനിരതൻ, ധർമ്മശീലൻ, ശത്രുജയം, ലൗകിക അഭിലാഷങ്ങൾ നേടിയെടുക്കുന്നവനുമായിരിക്കും. അപ്പോൾ ഇത്രയും ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നു. അടുത്തത് ശുക്രനെ കൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും. നമസ്കാരം.